നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി ഒ.ജെ. ജനീഷിന് അനുവദിച്ച ഔദ്യോഗിക കാറിന്റെ നമ്പർ വെറും ഒരു സംഖ്യ മാത്രമല്ല, കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ വൻ ഭൂരിപക്ഷത്തിന്റെ പ്രതീകം കൂടിയാണ്. 8308 എന്ന ഈ നമ്പർ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ജനീഷ് നേടിയ ഭൂരിപക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് കരുതപ്പെടുന്ന ജനീഷിന്റെ ഔദ്യോഗിക വാഹന നമ്പർ 10 ആണ്. കായിക ലോകത്തെ ഇതിഹാസങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറും ലയണൽ മെസ്സിയും നെഞ്ചിലേറ്റിയ അതേ 10ാം നമ്പർ. എന്നാൽ ഈ അപൂർവ യാദർച്ഛികത താൻ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ലെന്നും ഭാര്യ ലക്ഷ്മിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതെന്നും ജനീഷ് പറയുന്നു. സംസ്ഥാനത്ത് പുതുതായി സ്ഥാനമേറ്റ മന്ത്രിമാർക്ക് തൽക്കാലം പുതിയ വാഹനങ്ങൾ വാങ്ങേണ്ടതില്ലെന്നാണ് തീരുമാനം. കഴിഞ്ഞ LDF സർക്കാരിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന അതേ വാഹനങ്ങൾ തന്നെയാണ് പുതിയ മന്ത്രിമാർക്കും നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന് ലഭിച്ചത് കഴിഞ്ഞ സർക്കാരിലെ അവസാന കാലത്ത് വാങ്ങിയ VN വാസവൻ ഉപയോഗിച്ച കാറാണ്. അതേസമയം കഴിഞ്ഞ സർക്കാരിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകൾ നിലവിൽ പുതിയ മന്ത്രിമാർക്ക് ആർക്കും നൽകിയിട്ടില്ല. ഈ കാറുകൾ ഇനി പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്ന പിണറായി വിജയന് തന്നെ നൽകുമോ എന്ന കാര്യത്തിൽ തീരുമാനവുമായിട്ടില്ല. മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് ദശാംശങ്ങളുടെ വലിയൊരു ചരിത്രമുണ്ട്. 2006 വരെ ഭൂരിഭാഗം മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനം അംബാസഡർ ആയിരുന്നു. എന്നാൽ 2004 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ താൽപര്യപ്രകാരം മറ്റു മോഡൽ കാറുകളും വാങ്ങി തുടങ്ങി. പിന്നീട് 2016 മുതൽ മന്ത്രിമാർ ടൊയോറ്റോ ഇന്നോവയിലേക്കും പിന്നീട് ഇന്നോവ ക്രിസ്റ്റയിലേക്കും മാറി. തുടർന്ന് 2022 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പുറമെ ലക്ഷറി മോഡലായ കിയ കാർണിവൽ കൂടി തന്റെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. ഈ വാഹനങ്ങളെല്ലാം കറുത്ത നിറത്തിലുള്ളതായിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായിരുന്നു.